ഓപ്പോയുടെ പുതിയ ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. ഓപ്പോ A78 5G. സ്പെക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിളവാരെ ഓടും. നമുക്ക് ഡിസ്പ്ലേ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഡിസ്പ്ലേയിൽ 6.56 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ. വേറൊരു ഫോൺ ഉണ്ടായിരുന്നു ഇവരുടെ കോമ്പറ്റീറ്റീവ് ബ്രാൻഡിന്റെ. അതിൻ്റെ അകത്ത് 13,999 ഉള്ളൂ. പക്ഷെ AMOLED ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോച്ച് ഉള്ളൊരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. OS നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 13 ബേസ് ചെയ്തിട്ടുള്ള ColorOS 13 ആണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ ColorOS ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് അറിയാലേ. ഇനി പ്രൊസസ്സർ വന്നിട്ട് ഒരു സെക്കൻഡ്. MediaTek MT 68333 Dimensity 700. 8 GB റാമും 128 GB ഇന്റർണൽ സ്റ്റോറേജും ആണുള്ളത്. പെർഫോമൻസിന്റെ കാര്യം നോക്കുന്ന സമയത്ത് ഗെയിമുകളെല്ലാം നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചു, ആസ്ഫാൾട്ട് കളിച്ചു, ഒരു പ്രശ്നവുമില്ല. പ്രശ്നം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ ഞാൻ അപ്പെക്സ് കളിക്കുന്ന സമയത്ത് കുറച്ച് സ്റ്റട്ടർ ഫീൽ ചെയ്യുന്നുണ്ട്. കളിക്കാൻ പറ്റുന്നില്ല എന്നല്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ സ്റ്റട്ടർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പെക്സ് ലെജൻഡ് എന്ന് പറഞ്ഞ ഗെയിം ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒപ്റ്റിമൈസേഷൻ്റെ കുറച്ച് പ്രശ്നമായിരിക്കും. കോൾ ഓഫ് ഡ്യൂട്ടി ഒരു പ്രശ്നമില്ലാതെ കളിക്കാൻ പറ്റുന്നുണ്ട്. ആസ്ഫാൾട്ട് ഒരു പ്രശ്നമില്ലാതെ കളിക്കാൻ പറ്റുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആസ്ഫാൾട്ട് ആയാലും ഇപ്പോൾ നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി ആയാലും ആ ഒരു റിഫ്രഷ് റേറ്റിൻ്റെ കുറച്ച് മികവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ നോച്ച് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 50 മെഗാ വൈഡ് ആംഗിളും 2 മെഗാ ഡെപ്തും 8 മെഗാ സെൽഫിയും. ക്യാമറ കൊള്ളാം കേട്ടോ. ഔട്ട്ഡോർ ഒക്കെ പോയിട്ട് നമ്മൾ എന്തെടുത്തു കഴിഞ്ഞാലും പക്കയായിട്ട് കളേഴ്സ് വരുന്നുണ്ട്. എനിക്ക് ക്യാമറ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെൽഫിയും കൊള്ളാം. നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിങ്ങൾക്ക് സെൽഫിയിൽ ഇരിക്കാൻ പറ്റും. ക്യാമറ റിയർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഡെപ്ത് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഏതെങ്കിലും ക്ലോസ് ഒബ്ജക്റ്റിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ ഒരു വൈഡ് ആയിട്ടുള്ള കുറേ പച്ചപ്പ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയട്ടെ, നല്ല നട്ടുച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാലും വെയിൽ കൊണ്ട് മൊത്തത്തിൽ പൊട്ടിത്തെറി ആ പരിപാടികളൊന്നുമില്ല. എക്സ്പോഷറെല്ലാം നല്ല അടിപൊളിയായിട്ട് പക്കയായിട്ട് കിട്ടും. അതായത് ഫോട്ടോ എടുക്കാൻ സാധനം കൊള്ളാം. 5000 mAh ബാറ്ററിയാണ് ഇതിനകത്ത് ഓപ്പോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സ്റ്റീരിയോ സ്പീക്കർ കൊള്ളാം. അതായത് ഈ ഒരു റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കർ ഉള്ള ഒരു ഫോണാണ്. നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് സ്റ്റീരിയോ സ്പീക്കർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. എങ്ങനെയാണെന്ന് അറിയാം, നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ സ്റ്റീരിയോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ സൈഡിൽ നിന്നാണ് സൗണ്ട് വരുന്നതെന്നുള്ളത്. ഇത് നമുക്ക് ഭയങ്കര വീഡിയോ കാണുന്ന സമയത്തെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഫിസിക്കലി നോക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ പവർ ബട്ടണിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് കൊണ്ടുവന്ന് അവർ തേച്ചൊട്ടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ അമർത്തി കഴിഞ്ഞാൽ അൺലോക്ക് ആവും. ബാക്കിലത്തെ ഡിസൈൻ കൊള്ളാം. ഈ രണ്ടുണ്ട എവിടെയൊക്കെ നമ്മൾ മറന്നതാണെന്നുണ്ടെങ്കിലും ഈ ഒരു സാധനം ചെയ്തിട്ടുണ്ടല്ലോ, ഇന്നോവേറ്റീവ് AI ക്യാമറ എന്ന് പറയുന്നത്, അത് നല്ല രസമുണ്ട്. നല്ലൊരു ഗ്ലേസിങ്ങും ഒക്കെ ഉണ്ട്. പിന്നെ ഈ കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓപ്പയുടെ ബ്രാൻഡിങ് ഉണ്ട്. ടോപ്പിലായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ബോട്ടം സൈഡിലായിട്ട് 3.5mm ഓഡിയോ പോർട്ടും അതുപോലെ തന്നെ മൈക്രോഫോൺ, Type-C പോർട്ട്, സ്പീക്കർ വെൻസ്, ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ സിം ട്രേ, അതുപോലെ തന്നെ വോളിയം റോക്കറാണ് കൊടുത്തിട്ടുള്ളത്. ഫൈനലായിട്ട് പറയുന്ന സമയത്ത് ഹാൻഡ്സ് ഓൺ ഫീല് കൊള്ളാം. അതായത് ഒരുപാട് കട്ടിയില്ല, ഒരുപാട് വെയിറ്റും ഇല്ല, നമ്മുടെ കയ്യിലിരിക്കും. ഹലോ കണ്ണുക്കുട്ടി ഇങ്ങനെയൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. പിന്നെ ഫേം ആയിട്ടുള്ള ഫോണാണ്. 18,900 ഇതിൻ്റെ പ്രൈസ്. ആ പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു നല്ല പ്രീമിയം ഫേം ബിൽഡാണ് കേട്ടോ. നമുക്ക് അതിലൊരു പോരായ്മ ഫീൽ ചെയ്യില്ല. ഈ ഫോൺ കയ്യിലെടുക്കുന്ന സമയത്ത് ഇതൊരു മിഡ് റേഞ്ച് ആണ് എന്നൊന്നും പറയൂല. പ്രീമിയം ബിൽഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫോണിൽ എന്തൊക്കെയാണ് ഇതിന് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. വാട്സപ്പിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ട്, കാണുക, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബൈ.